നമ്മളിന്ന് മൈസൂരേക്കാണ് പോകുന്നത്. 2 ഡേയ്സ് ട്രിപ്പാണ്. അപ്പോൾ മൈസൂർ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാമെന്ന് വെച്ചിട്ട് പോകുന്നതാണ്. നമ്മൾ ട്രെയിനാണ് പോകുന്നത്. മജസ്റ്റിക്കിൽ 7:50 ട്രെയിനിലാണ് പോയത്. അവിടെ കറക്റ്റ് 10:30 എത്തുന്ന ലെവലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് മൈസൂർ സ്റ്റേഷനിലേക്ക് അപ്രോച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. മൈസൂർ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് വേണം നമ്മൾ എടുത്ത റൂമിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നേരെ പാലസ് കാണാൻ പോകണം. പാലസ് അവിടുന്ന് അടുത്താണ്. ഒരു 650 മീറ്ററാണ് കാണിക്കുന്നത് ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ. നമ്മൾ മൈസൂർ വരെയുള്ള ട്രെയിനിലാണ് വന്നത്. പ്ലാറ്റ്ഫോം പക്ഷേ ഈ ട്രെയിനിൽ നമ്മൾ ഇത്രയും ദൂരം വന്നിട്ടും TT വന്ന് ടിക്കറ്റ് ചെക്ക് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല. ഇതാണ് നമ്മൾ വന്ന ട്രെയിനിൽ കുറച്ച് റഷ് ഉണ്ടായിരുന്നു മജസ്റ്റിക് കഴിഞ്ഞപ്പോൾ. ഇതാണ് നമ്മൾ താമസിച്ച റൂം, മന്നാ ഡിലക്സ് ലോഡ്ജ്. നല്ല ക്ലീൻ ആൻഡ് നീറ്റ് റൂമാണ്. ഇത് പാലസിൻ്റെ അടുത്തുമാണ്. ബസ് സ്റ്റാൻഡ് ബാക്ക് സൈഡായിട്ട് വരും. റൂം നിങ്ങൾക്ക് കാണിച്ചു തരാം. റൂമിലേക്കുള്ള എൻട്രൻസ് ആണ് ഡോറ്. അപ്പോൾ റൂം എങ്ങനെ ക്ലീനാണ്, എത്രത്തോളം അടിപൊളിയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ബുക്ക് ചെയ്തതെന്ന് വെച്ചാൽ 3 ആളുണ്ടായിരുന്നു. അപ്പോൾ ഒരു കിങ് ബെഡും ഒരു സിംഗിൾ ബെഡായിട്ടാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ അതിനനുസരിച്ചുള്ള റൂമാണ് നമുക്ക് കിട്ടിയത്. റൂം നല്ല ഒരു ലക്ഷറി ഫീലിംഗ് ആണ്. ലക്ഷറി എന്ന് പറയാം. അത്രയും നീറ്റ് ആൻഡ് ക്ലീന്, നമുക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഉണ്ട്. സ്പേഷ്യസ് ആണ്. ബെഡാണെങ്കിൽ നല്ല കിടന്നുറങ്ങാൻ പറ്റിയ ബെഡാണ് കിട്ടിയത്. എൻ്റെ ബെഡ് എന്താ പറയുക, പില്ലോ ആണെങ്കിലും എല്ലാം, ബെഡ്ഷീറ്റ് ആണെങ്കിലും എല്ലാം നീറ്റാണ്. അവർ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടാണ് ഈ റൂംസൊക്കെ കൊണ്ടുവന്നത്. പിന്നെ ഇവിടെ നമുക്ക് ബാൽക്കണി അറ്റാച്ച്ഡ് ആണ്. ഈ വിൻഡോ തുറന്നു കഴിഞ്ഞാൽ ബാൽക്കണിയിൽ ആക്സസ് ഉണ്ട്. ബാൽക്കണി ഒരു നോർമൽ, നമുക്ക് ജസ്റ്റ് ഇരിക്കാം, അത്ര മാത്രമേ ഉള്ളൂ. വ്യൂ അത്ര വലിയ വ്യൂ ഒന്നുമില്ല. ഓപ്പോസിറ്റ് ഫുൾ ബിൽഡിംഗ് ആയതുകൊണ്ട് വ്യൂ കുറവാണ്. ഡോറിങ്ങനെ ലോക്ക് ചെയ്യാം. പിന്നെ ഈ ഇവിടെ തന്നെ ചെറിയൊരു ഷെൽഫുണ്ട്. പിന്നെ വലിയൊരു മിററാണ്. ഈ ഷെൽഫിൽ നമ്മൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും. പിന്നെ ഈ കാണുന്നതാണ് ബാത്റൂം ആണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമുക്ക് യാതൊരു എന്താ പറയുക, മോശം അനുഭവം നമുക്ക് ഉണ്ടായിട്ടില്ല. നല്ല ഹോട്ട് വാട്ടറും ഉണ്ട്, നോർമൽ വാട്ടറും ഉണ്ട്. നല്ല ക്ലീന്, എന്താ പറയുക, നമ്മുടെ ഫ്രഷ് ബാത്റൂം എന്ന് പറയും. പുതിയ എടുത്ത ആടുള്ള ബാത്റൂം ആ ഒരു ഫീലാണ് നമുക്ക് കിട്ടിയത്. അവർ യൂസ് ചെയ്തിരിക്കുന്ന ടൈലിൻ്റെ കളർ കോമ്പിനേഷനും അടിപൊളിയാണ്. എന്ന് വെച്ചാൽ നല്ല ലക്ഷറി ഫീലിംഗ് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി കാണുന്നതാണ് ക്ലോക്ക് ടവർ, മൈസൂരിലെ ക്ലോക്ക് ടവർ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ടായിരുന്നു. അപ്പോൾ മൈസൂർ പാലസ് കാണാൻ വേണ്ടി പോകുമ്പോൾ എന്ന് വെച്ചാൽ ഓട്ടോക്കാർ ഈ റോഡിൽ വന്നിട്ട് എവിടെ പോകേണ്ടി, മൈസൂർ പാലസ് കാണണോ കയറി കുറേ നടക്കാണ്ട് ഇതാണ് പറയുന്നത്. ഓട്ടോക്കാർ വല്ലാത്ത ശല്യമായിരുന്നു. ബാക്ക് ഗേറ്റിലൂടെ നമുക്ക് കയറേണ്ടത്. ഇത് നമ്മൾ ടിക്കറ്റ് എടുത്ത്, ഇത് ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറാണ്. പക്ഷെ അവിടെ ഫസ്റ്റ് നമ്മൾ പോകുന്നത് ക്യാഷ് മാത്രം എടുക്കുന്നതാണ്. പക്ഷെ അവർ ക്യാഷ് ഇല്ലാതെ ടിക്കറ്റ് തരുന്നില്ല. അവർ എന്നാൽ പറയുന്നൊന്നുമില്ല. അപ്പുറത്തെ കൗണ്ടറിൽ പോയി കഴിഞ്ഞാൽ GPay ചെയ്തിട്ട് ടിക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞു തന്നിട്ടില്ല. പുറത്തിറങ്ങി വേറൊരാൾ അവിടെ പുറത്തൊരു കച്ചവടം ചെയ്യുന്ന ഹിന്ദിക്കാരുണ്ട്. അയാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അപ്പുറത്തെ സൈഡ് ഓൺലൈനിൽ പേയ്മെൻറ്റ് ടിക്കറ്റ് എടുക്കാൻ പറ്റും. അല്ലാതെ ഇവിടുത്തെ സെക്യൂരിറ്റി പോലീസുകാർ ആരും ഒന്നും പറഞ്ഞിട്ടുണ്ടായിട്ടില്ല. അവിടെ നമ്മൾ ചെരുപ്പ് ഊരി വെക്കണം. ചെരുപ്പ് ഊരി ഒരു കവറിൽ കൊടുത്തിട്ട് വേണം ഉള്ളിലേക്ക് കയറാൻ. അകത്തേക്ക് ചെരുപ്പൊന്നും അലൗഡല്ല. ചെരുപ്പിടാതെ വേണം കയറാൻ. ഇതാണ് പാലസിലേക്കുള്ള എൻട്രൻസ്. ഇതിലൂടെ കയറിയിട്ട് വേണം ഉള്ളിലേക്ക് കടക്കാൻ. ആ കാണുന്നതാണ് മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. അയാൾക്ക് നമ്മൾ ടിക്കറ്റ് കാണിച്ചു കൊടുത്തിട്ട് പാലസിൻ്റെ അകത്തേക്ക് കയറാം. കാണുന്നതാണ് പീരങ്കി. പണ്ട് കാലത്ത് യുദ്ധത്തിന് ഉപയോഗിച്ച പീരങ്കിയാണ് ഈ കാണുന്നത്. ഫസ്റ്റ് കയറിയ ഒരുപാട് സ്റ്റാച്ചു, പാലസിൻ്റെ ചെറിയൊരു മിനിയേച്ചറൊക്കെ കാണാൻ പറ്റി. പിന്നെ ഇവരെ ആ രാജാക്കന്മാരുള്ള ടൈം പാലസിൻ്റെ അകത്തുണ്ടായ ദൈവങ്ങൾ, ബിംബങ്ങൾ, പ്രതിമകളൊക്കെ കാണാൻ പറ്റി.
പാലസിൻ്റെ അകത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി. ലെഫ്റ്റ് സൈഡ് കാണുന്നതും ആ സ്ട്രൈറ്റ് കാണുന്നതും പണ്ട് കാലത്ത് ഉണ്ടാക്കിയ ടെമ്പിളാണ്. ആ ടെമ്പിളിന് അങ്ങോട്ട് പോയിട്ടില്ല, നമുക്ക് എൻട്രി ഉണ്ടാവുമെന്ന് അറിയില്ല, അതുകൊണ്ട് പോയിട്ടില്ല. അവിടെ കാണാൻ പറ്റും, അങ്ങോട്ട് നമ്മൾ പോയിട്ടില്ല. ഇനി പാലസിൻ്റെ ഫ്രണ്ട് വ്യൂ കാണാൻ വേണ്ടിക്ക് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് പാലസിൻ്റെ ഫ്രണ്ട് വ്യൂ. അതിന് കുറച്ച് അടുത്തേക്ക് പോകണം. അടുത്ത് പോയിട്ട് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുക്കണം. നല്ല രസമുണ്ട് അതിൻ്റെ പാലസ് കാണാൻ. ആ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്ത് അതിന് ഇത്രയും നാൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയതിൽ ഇവർക്ക് നല്ല കഴിവുണ്ടെന്ന് തന്നെ പറയാം. നമ്മൾ പാലസൊക്കെ കണ്ട് ഇനി നേരെ ഫുഡ് കഴിക്കണം. അപ്പോൾ ഉച്ചക്ക് ഇവിടെ ഒരു ഫേമസ് ആയ ഹനുമന്തു എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. മട്ടൻ്റെയാണ്, ഒരു മട്ടൻ്റെ പുലാവ് എന്ന് പറയാം. അപ്പോൾ ഭയങ്കര ഹൈപ്പൊക്കെ കാണേണ്ടത് ഇതാണ്. ഈ ഹോട്ടൽ ഇവിടെയാണ് നല്ലത് കിട്ടുന്ന പുറത്താണ് ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ നല്ല തിരക്കാണ്. അപ്പോൾ ചെറിയൊരു വേറൊരാൾ ഫുഡ് കഴിച്ചപ്പോൾ സ്പേസ് കിട്ടി. ഇങ്ങനെ നമുക്ക് അലയിലാണ് ഈ ഹനുമന്തു എന്ന് പറഞ്ഞ സംഭവം സെർവ് ചെയ്യാം. കുറച്ച് എക്സ്പെൻസീവ് ആണ്. പിന്നെ കഴിച്ചു നോക്കിയിട്ട് അത്ര നോർമലി വലിയൊരു ടേസ്റ്റൊന്നും പറയാനില്ല, നോർമലാണെന്നേ തോന്നിയിട്ടുള്ളൂ. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് സെൻറ്റ് ഫിനോമസ് ചർച്ച് കാണാമെന്ന് വെച്ച്. അവിടെ നിന്ന് ആകെ 650 മീറ്റർ മാത്രമേ ഉള്ളൂ, വാക്കബിൾ ഡിസ്റ്റൻസാണ്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ട് ചർച്ച് കാണാൻ പോകാമെന്ന് വെച്ച്. അപ്പോൾ ആ സണ്ണിൻ്റെ ഷെയ്ഡ് കാരണം ചർച്ച് നല്ല വ്യൂവിൽ നല്ല എന്താ പറയുക ബ്രൈറ്റായിട്ട് കാണുന്നുണ്ട്. ദൂരത്തു നിന്ന് തന്നെ കാണുമ്പോൾ നല്ലൊരു അതിശയമായിട്ട് തന്നെ തോന്നുന്നത് വെച്ചാൽ ഒരു ഇറ്റാലിയൻ മോഡലിലാണ് ഈ ചർച്ച് ബിൽഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് കയറണം, ചർച്ചിൻ്റെ അകത്ത് കയറാൻ പറ്റുമോ നോക്കണം. ആൾക്കാർ കാണുന്നുണ്ടായിരുന്നു. ഇവിടുന്ന് കുറേ ആൾക്കാർ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അകത്ത് കയറാമെന്ന് വെച്ച്. അകത്ത് കയറാൻ്റെ അവിടെ ആക്സസ് കാണുന്നുണ്ട്, പക്ഷെ എല്ലാവരും ചെരുപ്പ് വെച്ചിട്ട് കാണുന്ന ഇതാണ് ഈ ചർച്ചിൻ്റെ ഡീറ്റെയിൽസ്. ചർച്ച് അടുത്തത് കാര്യങ്ങളൊക്കെയാണ്. എന്താണ് ചർച്ചിൻ്റെ അകത്തേക്ക് കയറണമെങ്കിൽ നമ്മൾ ചെരുപ്പ് വെച്ചിട്ട് വേണം പോകാൻ. ചെരുപ്പൊന്നും അലൗഡ് അല്ല. അപ്പോൾ അതവിടെ വെക്കാനുള്ള ഒരു കൗണ്ടറുണ്ട്, അവിടെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം. ചർച്ചിൻ്റെ അകത്ത് നല്ലൊരു ആംബിയൻസ് ആണ്. എന്താ പറയുക, പ്രാർത്ഥിക്കാനെല്ലാം നമുക്ക് മൈൻഡ് വരും, ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്നില്ല. കുറേ ആൾക്കാർ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ചർച്ചൊന്ന് മൊത്തത്തിലൊന്ന് ചർച്ചൊന്ന് ഫുള്ളായിട്ട് നടന്ന് കാണണം. അപ്പോൾ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കാണാമെന്ന് വെച്ചാൽ ഇവിടുത്തെ ഡിസൈനും ഇവിടുത്തെ യേശുവിൻ്റെ പ്രതിമകളും കാര്യങ്ങളും പിന്നെ ഫാദർ പ്രയർ ചെയ്യുന്നതും
പിന്നെ ഇവിടെ ഒരു സംഭവം കണ്ടു, അണ്ടർഗ്രൗണ്ടിൽ ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ക്രിപ്റ്റിലേക്കുള്ള വഴിയാണ്. പക്ഷേ ക്രിപ്റ്റിൻ്റെ അടിയിലേക്ക് പോയപ്പോൾ 2 സൈഡിലായിട്ടും ബ്ലാക്കിൽ ഒരുപാട് ആൾക്കാരെ പേര് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ അറിയില്ല, എന്താ സംഭവം എന്നറിയില്ല. ഒന്നും ചർച്ചിൻ്റെ അണ്ടർഗ്രൗണ്ടിലല്ലേ, ഇനി എന്താണെന്നൊന്നും മനസ്സിലായിട്ടില്ല. പിന്നെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ എനിക്ക് അയച്ചു തരണം, എനിക്ക് പുതിയൊരു അറിവായല്ലോ. പിന്നെ ചില ഏരിയയിൽ ഇവർ ബ്ലോക്കഡാണ്, പോകാൻ ആക്സസ് ഇല്ല. ചർച്ചിൻ്റെ അണ്ടറിലും അവിടെ ഒരു യേശുവിനെ കാണുന്നുണ്ടായിരുന്നു. യേശുവാണോ മറിയമാണോ ശരിക്കും കറക്റ്റായിട്ട് നോക്കിയിട്ടില്ല. അതുപോലെ ഡിസൈനും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ഈ ചർച്ച് ഉണ്ടാക്കിയത് വെൽ പ്ലാനഡ്, എന്താ പറയുക, എല്ലാ സ്പേസും യൂട്ടിലൈസ് ചെയ്ത്. ഇവിടെ അണ്ടർഗ്രൗണ്ടിലും പ്രാർത്ഥന റൂമുണ്ട്. പിന്നെ ഈ കാണുന്നത് 2 സൈഡിലും ഒരുപാട് ആൾക്കാർ പേര് എഴുതി വെച്ചിട്ടുണ്ട്. എന്താ കാര്യം എന്ന് കറക്റ്റ് അറിയില്ല. ഇവിടെ എന്തെങ്കിലും സംസ്കാരം ചെയ്തിട്ടുണ്ടോ എന്നും സംശയമാണ്. അപ്പോൾ ആരോടെങ്കിലും ചോദിക്കണം, നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. നമ്മളിവിടെ ചർച്ചൊക്കെ കണ്ട് ഇനി സ്നോ സിറ്റി കാണാൻ പോയതാണ്. പിന്നെ അപ്സൈഡ് ഡൗൺ ഒരു ബിൽഡിംഗ് ഉണ്ട്, അവിടെ നോക്കിയതാണ്. പക്ഷേ അവിടെ കയറാൻ വേണ്ടി നോക്കി, പക്ഷേ അവിടെ നോക്കിയപ്പോഴാണ് റേറ്റ് കണ്ടത്. പെർ ഹെഡ് 1200 മുകളിൽ കാണുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ സ്നോ പാർക്കിൻ്റെ എൻട്രൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. റേറ്റാണ് ഭയങ്കര റേറ്റ് കണ്ടത്. പെർ ഹെഡ് 1400. പിന്നെ സ്നോയിൽ കയറണമെങ്കിലും അപ്സൈഡ് ഡൗൺ ആ ബിൽഡിങ്ങിൽ കയറണമെങ്കിലും സെപ്പറേറ്റ് ചാർജാണ്. അപ്പോൾ അവിടെ കുറേ എഴുതിയിട്ടുണ്ട്. ഏരിയ ഒക്കെ കാണുമ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് തോന്നിയത്. പിന്നെ ഒരുപാട് പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട്. പിന്നെ ഇതാണ് ഇവിടെയുള്ള ആക്ടിവിറ്റീസിൻ്റെ എഴുതിയിരിക്കുന്നത്. കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. പിന്നെ അവിടെ തന്നെ ഓഫർ 20% ഓഫറൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇതാണ് GRS ഫെസ്റ്റിവൽ കാണുന്നത്. ഇതാണ് പെർ ഹെഡ് കാണുന്ന റേറ്റ്. 1300 സംതിങ് ഒക്കെ വരുന്നുണ്ട്. ടാക്സും ഉണ്ടാവും. GRS 7 സ്റ്റേ പാർക്ക്. പുറത്ത് നല്ല എന്തെല്ലോ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളവിടെ നിന്ന് നേരെ കാർ മ്യൂസിയം കാണാമെന്ന് വെച്ച്. ഇവിടെ ടൈമില്ലല്ലോ, അതുകൊണ്ട് കാർ മ്യൂസിയത്തിലേക്കാണ് നമ്മൾ പോയത്. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ കാർ മ്യൂസിയത്തിൽ കണ്ട കുറേ ഡിഫറൻസ് ക്ലാസിക് കാർസിൻ്റെ വീഡിയോ, അടുത്ത വീഡിയോയിൽ ഞാൻ ഈ ഫുൾ കാറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്, ഫുൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതെല്ലാം നിങ്ങൾ കണ്ടു നോക്കിയോ.